Hi everyone, welcome to our YouTube channel Nirvara Education. പഠിപ്പിക്കുന്ന പോർഷൻസ് നന്നായി മനസ്സിലാകാൻ ലെക്ചർ 1 to 4 കണ്ടതിന് ശേഷം ലെക്ചർ 5 കാണുക. അടുത്തത് പോളിനോമിയലിന്റെ ഡിവിഷൻ ആണ് പഠിക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനാണ് ഞാനൊരു എക്സാമ്പിൾ എടുത്തു. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചൊരു എക്സാമ്പിളാണ് 841 ഡിവൈഡഡ് ബൈ 2 ഇതാണ് ചെയ്യണത്. അതായത് 841 ഡിവൈഡഡ് ബൈ 2. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം എന്താ, ആദ്യം 2വിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 വരും ആണല്ലോ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4. ഇപ്പം എന്തായി? 8 ആണല്ലോ. ഇതിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. ഓർക്കുക, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്താ 8 മൈനസ് 8 0. ഇത് ഞാൻ വേറെ രീതി പറയാണ്. ഇതിന്റെ സൈൻ മാറ്റി ആഡ് ചെയ്താൽ പോലെ. അതിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ മാറ്റി ആഡ് ചെയ്യുക. ഇപ്പൊ എന്താ 8 മൈനസ് 8 എന്ത് വരും? 0 ആണല്ലോ. അടുത്തത് എടുത്ത് എഴുതണ്ടേ? എന്താ 4 അല്ലേ എടുത്ത് എഴുതണേ? ആണോ? ഇനി അടുത്ത 2വിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആവും? 2 ആണോ? 4 വന്നു. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്തു. വീണ്ടും എന്ത് വന്നു? 0 ആണല്ലോ. അടുത്ത ടൈം എടുത്ത് എഴുതണ്ടേ? എന്താ 1 അല്ലേ? അടുത്ത 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? 0. റിമൈൻഡർ 1 ആണല്ലോ. ഇനി നിങ്ങളുടെ സംശയം എന്തായിരിക്കും? എന്തിനാ ഞാനിങ്ങനെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കൊരു പോളിനോമിയൽ എടുത്ത് നോക്കാം. 2x + 3 ഇതാണ് എൻ്റെ ആദ്യത്തെ പോളിനോമിയൽ. എൻ്റെ രണ്ടാമത്തെ പോളിനോമിയൽ x + 5 ഇതാണ് എൻ്റെ രണ്ടാമത്തെ പോളിനോമിയൽ. ഇതിൽ നിന്ന് എനിക്കിത് സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്? 2x + 3 മൈനസ് x + 5 ആണല്ലോ. 2x + 3 ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണോ? അടുത്ത മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണല്ലോ. ഇത് നോക്കിയേ, 2x x സബ്ട്രാക്ട് ചെയ്ത് എന്ത് വരും? x ആണോ? അതുപോലെ അടുത്തത് +3 -5 സബ്ട്രാക്ട് ചെയ്താൽ -2. മനസ്സിലായോ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 2y + 1 മൈനസ് y -2 ഇതാണ് ചെയ്യേണ്ടത്. നോക്കാം. എന്താ 2y + 1 എന്താ? മൈനസിന്റെ പ്ലസ് മൈനസ് ആണോ? അടുത്ത മൈനസിന്റെ മൈനസ് പ്ലസ് ആണല്ലോ. എന്താ 2y - y എന്താണ്? 1 + 2 3. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സിമ്പിൾ സ്റ്റെപ്പിൽ, ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യത്തെ എന്തായിരുന്നു? 2x + 3 ആണോ? ഇതിൽ നിന്ന് എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? x + 5 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആണല്ലോ. ഇപ്പൊ ഞാനിവിടെ എന്ത് പറഞ്ഞു? സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ എന്താ സൈൻ? പോസിറ്റീവ് അല്ലേ? എന്താക്കി മാറ്റണം? നെഗറ്റീവ്. ഇവിടെയും പോസിറ്റീവ് അല്ലേ? എന്താക്കി മാറ്റണം? നെഗറ്റീവ്. സംശയമുണ്ടോ? ഇനി നമുക്ക് ആഡ് ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ 2xന്റെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ട? -x ആണ്. അപ്പൊ എന്ത് വരും? x ആണോ? അടുത്തത് +3യുടെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടത്? -5 ആണ്. എന്ത് വരും? -2. ഇതല്ലേ നമുക്ക് കിട്ടിയ ആൻസർ. നോക്കിയേ, ആണോ? ഇതിനാണ് ഞാൻ സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2y + 1 ഇതെന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ട? y -2 ആണോ? എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യണം. ഇവിടെ പോസിറ്റീവ് അല്ലേ സൈൻ? എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഇവിടുത്തെ സൈൻ നെഗറ്റീവ് അല്ലേ? എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും ആണല്ലോ. ഇനിയിപ്പോൾ 2yയുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? -y ആഡ് ചെയ്യണം. എന്ത് വരും? y ആണോ? അതേപോലെ 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? +2 ആഡ് ചെയ്യണം. എന്ത് വരും? 3. സംശയമുണ്ടോ? അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലത്തിലോട്ട് കിടക്കാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിവൈഡ് p(x) by g(x). എന്താണ് ക്വസ്റ്റ്യൻ? p(x) ഡിവൈഡഡ് ബൈ g(x) ആണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് p(x) തന്നിട്ടുണ്ട്. എന്താ p(x)? എന്താണ്? x plus 3x square minus 1.
ഞാൻ ഹയസ്റ്റ് പവർ ആദ്യം എഴുതുന്നു. എന്താണ്? 3x². അടുത്ത പവർ ഏതാണ്? എക്സ് ആണോ? അടുത്ത് -1. ഓക്കെ അല്ലേ? g(x). ഇതുപോലെ തന്നെ ഹയസ്റ്റ് പവർ ആദ്യം എഴുതുന്നു. എന്താണ്? x+1. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡിൻ്റെ പേരാണ് ലോങ് ഡിവിഷൻ മെത്തേഡ് കേട്ടോ. ഇതിലെങ്ങനെയാ നോക്കാം? 3x² + x-1 / x+1. ഓക്കെ ആണല്ലോ? മറ്റേത് പറഞ്ഞതുപോലെ തന്നെ എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x² വരും? എക്സ് ഇൻറ്റു സം അൺനോൺ, അതാണ് എന്ത്? 3x². ഇതാണ് കാണേണ്ടത്. ആലോചിക്കുക, എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? x² ആവും. x² വന്നല്ലോ, ബാക്കി കോൺസ്റ്റന്റ് എന്നുള്ള 3 അല്ലേ? അപ്പം എക്സിന് എന്താ? എക്സ് ഇൻറ്റു 3x ആണ് 3x². സംശയമുണ്ടോ? സോ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 3x എഴുതി. 3x ഇൻറ്റു എക്സ് 3x² ആണല്ലോ. എന്താ 3x ഇൻറ്റു 1? 3x. ഓക്കെ, ഞാൻ തൊട്ട് മുന്നിലത്തെ ഇതിൽ പറഞ്ഞു സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യുക. ഇത് മൈനസ് കൊടുത്തു, ഇത് മൈനസ് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും കട്ടായി പോകൂലേ? ബാക്കി ഇവിടെ എന്താ? -4x അല്ലേ? -1 ആണല്ലോ. അല്ല, ഒരു തെറ്റുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ +x ആണ് ആണോ? അതിനോട് എന്താ ആഡ് ചെയ്യേണ്ടത്? -3x ആണ് ആഡ് ചെയ്യേണ്ടത് ആണോ? -2x ആണ് അല്ലേ? അപ്പോൾ -4x അല്ല, -2x ആണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? -2x വരണം. എക്സിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ -2x വരും? സിമ്പിൾ അല്ലേ? എക്സ് ഇൻറ്റു -2 അല്ലേ? -2x എന്ന് പറഞ്ഞാൽ സംശയമുണ്ടോ? എന്താണ്? -2 ആണ് ആണോ? -2x -2 ആണല്ലോ. സംശയമില്ലല്ലോ. എഗെയിൻ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്യണം. ഇതെന്താ? നെഗറ്റീവ് അല്ലേ? എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഇതും നെഗറ്റീവ് അല്ലേ? എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഇവിടെ -2x, ഇവിടെ +2x, രണ്ടും ആഡ് ചെയ്യുമ്പോൾ കട്ടായി പോകും ആണല്ലോ. -1 ഇവിടെ +2 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? +1. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? റിമൈൻഡർ ആണോ? എന്താ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ? 3x - 2 ആണല്ലോ. എന്താണ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ? 1. സംശയമുണ്ടോ? ഡിവൈഡ് ദ പോളിനോമിയൽ 3x⁴ -4x³ -3x -1 ബൈ x-1. ആദ്യത്തെ പോളിനോമിയൽ ഞാൻ പേര് കൊടുത്തു. എന്താണ്? p(x) 3x⁴ -4x³ ആണോ? ദെൻ ആലോചിച്ച് നോക്കുക. x⁴ കഴിഞ്ഞു, x³ കഴിഞ്ഞു, അടുത്തത് എന്താ വരേണ്ടത്? x² അല്ലേ? x² ടേം ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്താ എഴുതാം? 0x². നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പ്ലസോ മൈനസോ ഇടാം, കുഴപ്പമില്ല. ഓക്കെ, -3x -1. ഓക്കെ ആണേ. എന്താ q(x) എന്ന് പറഞ്ഞ? x-1 ആണല്ലോ. നമുക്ക് എന്താ കാണാൻ പറഞ്ഞിങ്ങനെ? p(x) ഡിവൈഡഡ് ബൈ q(x) ആണോ? ഓക്കെ, എന്താണ്? 3x⁴ -4x³ +0x² -3x -1 ഡിവൈഡഡ് ബൈ എന്താണ്? x-1. സംശയമുണ്ടോ? ആയത് എക്സ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x⁴ കിട്ടും? എക്സിന് x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x⁴ ആകും ആണല്ലോ. അപ്പോൾ എക്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3x⁴ വരാൻ 3x³ ആണോ? അതായത് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, ഇവിടെ x³ കോഎഫിഷ്യന്റ് 3. അപ്പോൾ 1 × 3 ആണോ? x³ × x⁴. സംശയമില്ലല്ലോ. then 3x³ × -1 -3x³ ആണേ. സൈൻ ചേഞ്ച് ചെയ്തു. മൈനസ് ദെൻ പ്ലസ്. നോക്കിയേ, ഇവിടെ എന്താ ചെയ്യണം? ഇവിടെ 3x⁴ -3x⁴ തമ്മിൽ ആഡ് ചെയ്തു. എന്തായി? കട്ടായി പോയി ആണോ?
അടുത്ത -4x³ അടുത്തെന്താ +3x³ ആണല്ലോ. ഒന്ന് വലുതിന് ചെറു കുറച്ച് വലുതിൻ്റെ സൈൻ ആണോ -x³. ബാക്കി അതുപോലെ എടുത്തെഴുതുക +0x² -3x -1 സംശയമില്ലല്ലോ. എക്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -x³ കിട്ടും. എക്സിന് x² മൾട്ടിപ്ലൈ ചെയ്താൽ x³ ആകും. -x³ വരാൻ വേണ്ടി -x² കൊണ്ട് മൾട്ടിപ്ലൈ ആണോ -x² × x -x³ -x² × -1 എന്താ +x². സംശയം ഉണ്ടോ? അഗൈൻ സൈൻ ചേഞ്ച്. ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് ഇത് നെഗറ്റീവ് ആണോ. ഇവിടെ കട്ടായി പോയല്ലോ. ഇവിടെ എന്താ -x² വരും ആണോ. ബാക്കി അതുപോലെ എടുത്ത് എഴുതാമല്ലോ -3x -1 സംശയം ഉണ്ടോ? ദെൻ എക്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -x² വരും -x ഉണ്ട് അല്ലേ. -x × x -x² -x × -1 പ്ലസ് ആണോ +x. എഗെയിൻ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യണ്ടേ. ഇത് പ്ലസ് ആയിട്ട് മാറും ഇത് മൈനസ് ആയിട്ട് മാറും. ഇത് കട്ടായി പോയില്ലേ. ബാക്കി എന്താ -4x അല്ലേ -1 അല്ലേ. സംശയം ഉണ്ടോ? എക്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് -4x വരും -4 ഉണ്ട് ആണോ. -4 × x -4x -4 × -1 +4 ആണോ. -of പ്ലസ് അല്ലേ. സൈൻ ചേഞ്ച് പ്ലസ് മൈനസ് കട്ടായി പോയി. ബാക്കി എന്താ -5. ഇവിടെ എന്താ കോഷ്യന്റ് എന്താ 3x³ -x² -x -4 ആൻഡ് റിമൈൻഡർ ഈസ് -5. സംശയമില്ലല്ലോ. എല്ലാം എളുപ്പമാണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.